ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹായ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് കാർ ഡ്രൈവിങ്ങിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ട്രിക്കാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇതിനകത്ത് കുറേയധികം ടെക്നിക്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ ഡ്രൈവിങ്ങിൽ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് വാഹനം പഠിക്കുന്നവരൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതായത് നമ്മളൊരു കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിംഗ് പഠിക്കുന്ന ബിഗിനേഴ്സ് ഏറ്റവും കൂടുതൽ ഡ്രൈവിങ്ങിൽ പ്രാധാന്യം നൽകുന്നത് ഫ്രണ്ട് വശം നോക്കാനായിട്ടാണ്. എന്നാൽ പല ആൾക്കാരും വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബാക്ക് സൈഡ് ജഡ്ജ് ചെയ്യാറില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് വാഹനത്തിൻ്റെ റൈറ്റ് മിറർ നോക്കും, ഇടയ്ക്കൊന്ന് സെൻറ്റർ മിറർ നോക്കും, ലെഫ്റ്റ് മിറർ നോക്കും. ഇതാണ് പലരും ചെയ്യാറുള്ളത്. എന്നാൽ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഇത് പ്രത്യേക ഒരു രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയും. അതിന് സാധാരണ ഡ്രൈവർമാർ ചെയ്യുന്ന ഒരു ട്രിക്കാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. കുറേയധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഇതിൽ ആദ്യത്തെ ഒരു ട്രിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് നമ്മൾ എപ്പോഴും ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇത്തരത്തിൽ ലെഫ്റ്റ് സൈഡിലായിക്കോട്ടെ റൈറ്റ് സൈഡിലായിക്കോട്ടെ എവിടെയാണെങ്കിലും ആദ്യം നോക്കേണ്ടത് സെൻറ്റർ മിററാണ്. പല ആൾക്കാരും എന്ത് ചെയ്യും, ആദ്യം ഇപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി കിടക്കുന്ന ലെഫ്റ്റിലാണ്, ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് റൈറ്റ് മിറർ നോക്കും. ഇപ്പോൾ റൈറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ഒരു വണ്ടി വരുന്നത് കാണാം. പക്ഷേ എങ്കിൽ ദീർഘദൂരം ബാക്ക് സൈഡ് നമുക്ക് കാണത്തില്ല. ഒരു സൈഡേ നമുക്കൊരു ക്ലിയർ വ്യൂ ലഭിക്കത്തുള്ളൂ. എന്നാൽ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ സെൻറ്റർ മിററാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ വണ്ടി എടുക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും കറക്റ്റ് ദീർഘദൂരം ബാക്കിൽ നിന്ന് ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാം. അവിടെ നോക്കി ആ ഒരു ഐഡിയ ലഭിച്ചതിന് ശേഷമാണ് പിന്നീട് റൈറ്റ് സൈഡിലെ മിറർ നോക്കി ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് കിടക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ വണ്ടി എടുക്കുന്നത്. ഓക്കെ, ഇനി അത്തരത്തിലുള്ള കുറേ ടെക്നിക്കുകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. സാധാരണ ഒട്ടുമിക്ക ഡ്രൈവർമാർ ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾ നോക്കുക, വണ്ടിയുടെ കീ ഞാൻ ഓണാക്കുന്നു. ഓക്കെ, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, സെൻറ്റർ മിറർ നോക്കുന്നു, പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു, വണ്ടികളില്ല എന്ന് മനസ്സിലായി. എന്നിട്ട് എന്ത് ചെയ്യുന്നു, റൈറ്റ് സൈഡിലെ മിററിലൂടെ നമ്മൾ ജസ്റ്റ് നോക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഉടൻ തന്നെ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാണ് വാഹനം എടുക്കേണ്ടത്. അതായത് നമ്മളിവിടെ നോക്കിയാൽ ഉടൻ തന്നെ വാഹനം എടുക്കണം. അതായത് പുറകിൽ നിന്ന് ഏതെങ്കിലും വണ്ടികൾ വരുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പെട്ടെന്നായിരിക്കും ഒരു വണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സെൻറ്റർ മിറർ നോക്കുന്നു, ഉടൻ തന്നെ റൈറ്റ് സൈഡിലെ മിറർ നോക്കിയിട്ട് നമ്മൾ ഇത്തരത്തിൽ വാഹനത്തെ എടുക്കുന്നു. ഇനി ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. ഇനി എനിക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് എടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് സെൻറ്റർ മിററിൽ പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു. എന്നിട്ട് റൈറ്റ് സൈഡിലെ മിററിലൂടെ കൂടെ ജസ്റ്റ് നോക്കുകയാണ്, പുറകിൽ ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞാനിവിടെ തിരിയുന്നത്. അപ്പം ഈ സമയത്ത് തന്നെ നമ്മളുടെ ഒരു ശ്രദ്ധ ഫ്രണ്ടിലേക്കും പോകുന്നുണ്ട്. കണ്ടോ? അപ്പം നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന സെയിം ടൈമിൽ നമ്മൾ ഈ സെൻറ്റർ മിററും റൈറ്റ് സൈഡിലെ മിററും ഡ്രൈവിങ്ങിൽ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ലെഫ്റ്റ് സൈഡിലുള്ള ഓവർടേക്കിംഗ് വളരെ ചുരുക്കമാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു ട്രാഫിക്കിലൊക്കെ പോകുന്ന സമയത്തായിരിക്കും ലെഫ്റ്റ് സൈഡിലുള്ള ചില വണ്ടികൾ, ഈ ബൈക്കുകൾ പോലെയുള്ള വണ്ടികളൊക്കെ കയറിപ്പോകുന്നത്. എന്നാലും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വില്ലേജ് റോഡിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സെൻറ്ററും റൈറ്റും നമ്മൾ പ്രോപ്പറായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാം. അതായത് ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഹോണടി നിങ്ങൾക്ക് കേൾക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ ഒരു നോട്ടം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ സെയിം ആയിട്ട് നിങ്ങൾ സെൻറ്റർ മിററിലേക്കും കൂടെ ഒന്ന് നോക്കിയേക്കുക. അപ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇനി ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് അവരെ ഒന്ന് കയറ്റി വിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങളെ ഞാൻ കാണിക്കാം. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി ഈ കയറ്റത്ത് നമ്മളിങ്ങനെ കയറുകയാണ്. വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, വീണ്ടും ഞാനിത് തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ വണ്ടി പോകണം. ഇപ്പോൾ പുറകിൽ നിന്നൊരു വണ്ടി വരുന്നു, ആ വണ്ടിക്ക് ഓവർടേക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് നമ്മളുടെ വാഹനത്തെ ഒന്ന് സ്ലോ ചെയ്ത് സൈഡ് ഒതുക്കുക, സെൻറ്റർ മിറർ നോക്കുക, റൈറ്റ് സൈഡിലെ മിററിലും കൂടെ നോക്കിയിട്ട് പുറകിൽ നിന്ന് വരുന്ന വാഹനത്തെ പതിയെ നമ്മൾ കയറ്റി വിടാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അതായത് ഒരു ഗിയർ ഡൗൺ ചെയ്ത് സെൻറ്ററും റൈറ്റ് മിററും കൂടെ നോക്കുക. സെൻറ്റർ മിററിലൂടെ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ആ വണ്ടിയെ പിന്നെ റൈറ്റ് മിററിലൂടെ കാണാം. ഓക്കെ, അങ്ങനെ ആ വാഹനം കയറിപ്പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പിന്നീട് വാഹനം എടുക്കാനായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ നിങ്ങളെ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് നോക്കുക. അതായത് നമ്മളുടെ വാഹനം നമ്മൾ വലത്തെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടേക്കാണ്. നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വണ്ടി വലത്തെ സൈഡിലേക്ക് ചെറിയ സ്പേസുകളിലൊക്കെ കൊണ്ടുപോയി നിർത്തേണ്ടി വരുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന സമയത്തും നിങ്ങൾ എങ്ങനെയാണ് മിറർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം എൻ്റെ വണ്ടി ഞാനിത് ഇവിടെ റൈറ്റ് സൈഡിൽ വന്ന് വാഹനം ഞാനിവിടെ ഒന്ന് പാർക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ പാർക്ക് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത്
ഞാൻ ഇവിടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ്, ഒന്ന് ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കണം. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. ആ സെയിം ടൈമിൽ ഞാൻ സെൻറ്റർ മിററിലൂടെ പുറകിൽ നിന്ന് വരുന്ന വണ്ടികളെ ശ്രദ്ധിക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് എടുക്കുന്നതെങ്കിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. സെൻറ്റർ മിററിലൂടെ ദീർഘദൂരം വണ്ടികളുണ്ടോ എന്ന് ഞാൻ നോക്കുന്നു. വണ്ടികളില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ ലെഫ്റ്റ് മിററും കൂടെ ജസ്റ്റ് നോക്കുക, എന്നിട്ട് വാഹനം എടുക്കുക. അതായത് നമ്മൾ വലത്തെ സൈഡിൽ നിന്ന് ഇടത്തെ സൈഡിലേക്കാണ് എടുക്കുന്നതെങ്കിൽ സെൻറ്റർ മിററും വലത്തെ സൈഡിലെ മിററും കൂടെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ വാഹനത്തെ എടുക്കുക. അപ്പം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വാഹനം എടുത്ത് പോകാനായിട്ട് കഴിയും. അപ്പം ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഓർത്തിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചെറിയൊരു ടിപ്സ് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.